അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരും വിശുദ്ധ റമദാനിലാണ് ഉള്ളത്. ആരാധനകൾ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുവാനും ഭക്തിയുടെ വർധനവിനുമായി വിവിധങ്ങളായ പരിശ്രമങ്ങളെ എല്ലാവരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാം സ്വീകരിക്കുകയും പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇസ്ലാം അറിവിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് നമുക്കറിയാം. എന്തിനാണ് അറിവിത്രമേൽ പ്രധാനപ്പെട്ടതായി ഇസ്ലാം നിശ്ചയിച്ചത്? അറിവില്ലായ്മയുടെ അപകടം തന്നെയാണ് അതിന് കാരണം. അറിവില്ലായ്മ എന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. വ്യക്തിയുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, രാജ്യത്ത്, മനുഷ്യകുലത്തിനെല്ലാം വിവിധങ്ങളായ ആപത്തുകൾ വിളിച്ചു വരുത്തുന്ന ഒന്നാണ് അറിവില്ലായ്മ അഥവാ ജഹാലത്ത്. അതിനാൽ തന്നെ ഇസ്ലാം അറിവില്ലായ്മയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ജാഹിലുകളെ, അറിവില്ലാത്തവരെ, അവരെ പിന്തുടരാൻ പറ്റാത്തവരായി, മാതൃകയാക്കാൻ പറ്റാത്തവരായി, അവരുമായി ആ നിലക്കുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ ആശയ വിനിമയങ്ങൾക്ക്, അതല്ലെങ്കിൽ ഒരു മാതൃകാപരമായ ഉപദേശങ്ങൾക്ക് പോലും യോഗ്യരല്ലാത്തവരായി ഇസ്ലാം കണക്കാക്കുന്നുണ്ട്. മാത്രവുമല്ല, ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്ന് അറിവ് ഉയർത്തപ്പെടും എന്നാണ്. അറിവുള്ള ആളുകൾ മരിച്ചു തീരും. പിന്നീട് അറിവില്ലാത്തവരാണ് നാട്ടിൽ അധികമായി ഉണ്ടാവുക. തഖദന്നാസു റൂസൻ ജുഹാല എന്നാണ് ഹദീസിലെ പ്രയോഗം. ജാഹിലികളായ ആളുകൾ നേതാക്കളായി സ്വീകരിക്കും. അറിവുള്ളവരൊക്കെ മരിച്ചു തീരുകയും പിന്നീട് അറിവില്ലാത്തവർ നേതാക്കളായി വരികയും ചെയ്യും. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫളല്ലു വഅളല്ലു. അവരോട് ആളുകൾ മതകാര്യങ്ങൾ ചോദിച്ചറിയും. ഒരറിവുമില്ലാതെ അവർ ഫത്വകൾ നൽകും. അവർ സ്വയം പിഴച്ചു പോകും. അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും എന്നാണ് പ്രവാചക വചനം നമ്മെ അറിയിക്കുന്നത്. അതിനാൽ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ അറിവിന് വലിയ പ്രാധാന്യം നൽകുകയും അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. എന്തിനേറെ, പ്രവാചക ജീവിതത്തിൽ പോലും അറിയാത്ത കാര്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ അറിയില്ല എന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി, പ്രവാചകരെ സമീപിച്ചുകൊണ്ട് അയാൾ ചോദിക്കുന്നു, പ്രവാചകരെ, അയ്യുൽ ബുഖാരി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശങ്ങൾ ഏതാണ് നബിയെ എന്ന ചോദ്യത്തിന് നബിയുടെ മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നാണ്. പ്രവാചകർ പോലും പറയുന്നു എനിക്കറിയില്ല എന്ന്. എന്തുകൊണ്ട് പറഞ്ഞു? അള്ളാഹുവിന് ആ വിഷയത്തിൽ ഒരു വഹ്യി വന്നിട്ടില്ല. അതിനാൽ വഹ്യില്ലാതെ പ്രവാചകർ മതകാര്യങ്ങൾ സംസാരിക്കുകയില്ല. അതിനാൽ എനിക്കറിയില്ല എന്ന മറുപടി പറഞ്ഞു. ഇനി ഒരു പടി കൂടി നമ്മൾ ആലോചിച്ചാൽ, മലക്കുകൾ പോലും ഇതേ മറുപടി പറഞ്ഞത് ഖുർആൻ പഠിപ്പിക്കുന്നുവല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനം മലക്കൾ അറിയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ മലക്കളുമായുണ്ടായ സംസാരം വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അവിടെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ സുമ്മ അറളഹും അലൽ മലായിക ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹഉലാ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു തആല ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കളോട് പറഞ്ഞു, ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ. എന്തായിരുന്നു മലക്കളുടെ പ്രതികരണം? സുബ്ഹാനക് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. സുബ്ഹാനക്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്തൊരു അറിവ് ഞങ്ങൾക്കില്ല എന്ന് അവർ തങ്ങളുടെ അറിവില്ലായ്മയെ സമ്മതിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത് വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്ന ഇമാമു ദാരിൽ ഹിജ്റ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഇമാം മാലിക് റഹിമഹുല്ല, അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഭൂരിപക്ഷം ചോദ്യങ്ങൾക്കും പറഞ്ഞ മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നായിരുന്നു. അവസാനം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ലജ്ജയില്ലേ അറിയില്ലെന്ന് പറയാൻ? ഇത്ര വലിയ പണ്ഡിതനായിട്ടും എനിക്കറിയില്ല എന്ന് പറയാൻ ലജ്ജയില്ലേ? അദ്ദേഹം പറഞ്ഞ പ്രതികരണം, മലക്കുകൾ പോലും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് അക്കാര്യത്തിൽ ലജ്ജിക്കണമെന്നായിരുന്നു ഇമാം മാലിക് റഹിമഹുല്ലയുടെ പ്രതികരണം. അറിവില്ലായ്മ വലിയ അപകടമാണ് എന്നർത്ഥം. അറിവില്ലായ്മ മാത്രമല്ല, അറിയാതിരിക്കുകയും എന്നാൽ എനിക്ക് അറിയില്ല എന്ന അറിവ് പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്.
അവർക്കറിയില്ല. എന്നാൽ അറിയില്ല എന്ന കാര്യം പോലും അവർക്കറിയില്ല. അപ്പോൾ അവർ അറിവുള്ളവരായി നടിക്കും. അവരാണ് സമൂഹത്തിന് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കുന്നവർ. പലപ്പോഴും കൃത്യമായി മതവിജ്ഞാനം നേടിയിട്ടില്ലാത്ത ആളുകൾ വലിയ പണ്ഡിതന്മാരുടെ റോളിൽ പ്രത്യക്ഷപ്പെടുകയും ആളുകൾക്ക് മതത്തിൻ്റെ പേരിൽ വ്യത്യസ്തങ്ങളായ ഫത്വകളെ നൽകുകയും ചെയ്യുന്ന വല്ലാത്ത ദുരന്തങ്ങൾ നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്വതയുള്ള, പാകതയെത്തിയ, കൃത്യമായി അറിവ് പഠിച്ച, ശരിയായ സോഴ്സിൽ നിന്ന് അറിവ് നേടിയ പണ്ഡിതന്മാരിൽ നിന്ന് പലപ്പോഴും അത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാറില്ല. എന്നാൽ അതൊന്നുമല്ലാതെ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്നത് പോലെ കുറച്ചു കാലം എന്തെങ്കിലുമൊക്കെ പഠിച്ചു, പിന്നീട് അവൻ വലിയ ആലിമായി സ്വയം ചമഞ്ഞ് രംഗത്തിറങ്ങി അവൻ എന്തിനും ഏതിനും ചാടിക്കയറി മതനിയമം പാസാക്കി കളയുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. മതനിരാസങ്ങളിലേക്ക് വരെ ആളുകൾ എത്തിച്ചേരാൻ അത് നിമിത്തമായി മാറുന്നു. മതത്തിൻ്റെ പല തീവ്രവാദങ്ങൾ അത് മറുഭാഗത്തുണ്ടാകുന്നു. ആയത്തുകൾ ഓതി, ഹദീസുകൾ പറഞ്ഞ് മതം ഇങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെടുവാനും കൊലകളും അതേപോലെയുള്ള അക്രമങ്ങളും നിർവഹിക്കുവാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ചില തീവ്രവാദ സംഘങ്ങൾ, അത്തരം പാർട്ടികൾ, കൂട്ടായ്മകൾ എല്ലാം സമൂഹത്തിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അത്തരം കൂട്ടായ്മകളുടെ തലപ്പത്തൊന്നും നല്ല ശരിയായ പണ്ഡിതന്മാർ പലപ്പോഴും ഉണ്ടാവാറില്ല എന്നാണ്. കപടമായ ഭക്തി പ്രസ്ഥാനങ്ങൾ, അതുപോലെ തീവ്രവാദ സംഘങ്ങൾ ലോകാടിസ്ഥാനത്തിലാണെങ്കിലും ശരി, നമ്മുടെയൊക്കെ നാട്ടിൽ ഉള്ള കൊച്ചു കൊച്ചു സംഘങ്ങളാണെങ്കിലും ശരി, ആ സംഘങ്ങളിലൊന്നും കൃത്യമായി ദീനു പഠിച്ച, കൃത്യമായ അവബോധമുള്ള നല്ല പണ്ഡിതന്മാർ എവിടെയും നമ്മൾ കാണാറില്ല. പണ്ഡിതന്മാരുടെ അഭാവം കൊണ്ട് നാം നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ ജാഹിരീങ്ങളെ നേതാക്കളായി സ്വീകരിക്കുന്നു. ഖുർആനും ഹദീസും ശരിയായ സ്രോതസ്സിൽ നിന്ന് കൃത്യമായ വഴിയിൽ പഠിച്ചെടുത്ത പണ്ഡിതന്മാർ നേതൃത്വം നൽകുമ്പോൾ അത്തരം സംഘങ്ങളും അത്തരം കൂട്ടായ്മകളും ആ പണ്ഡിതന്മാരുടെ പിന്നിൽ നിൽക്കുന്നവർക്കും അതിൻ്റെതായൊരു ബറക്കത്ത് തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും. അതില്ലാത്തിടത്താണ് ഇത്തരം വൈകാരിക സംഘങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. ലോകാടിസ്ഥാനത്തിൽ തീവ്രവാദവുമായി രംഗത്തു വന്ന ദാഇഷ് എന്ന അറബിയിൽ പറയുന്ന IS എന്ന് വിളിക്കപ്പെടുന്ന സംഘം, ആ സംഘം മുതൽ താഴോട്ട് ഏതെടുത്താൽ നമുക്ക് ഇത് കാണാൻ കഴിയും. ആരാണ് അവർക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരാരുമില്ല. കൃത്യമായി ഖുർആനും ഹദീസും പഠിച്ച ശരിയായ അവബോധമുള്ള ഒരു പണ്ഡിതനെയെങ്കിലും നമുക്ക് ആ വഴിയിൽ കാണാൻ സാധിക്കുന്നില്ല. സ്വഹാബിമാരുടെ കാലഘട്ടങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി രംഗത്തു വന്ന ഖവാരിജുകൾ, ആ ഖവാരിജുകൾ വഴിപിഴച്ചവരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി നിങ്ങളെ കൂട്ടത്തിൽ ഒരൊറ്റ സ്വഹാബി പോലും ഇല്ല എന്നതായിരുന്നു. കാരണം സ്വഹാബിമാരെല്ലാം അറിവുള്ളവരാണ്, സ്വഹാബിമാരെല്ലാം ആലിമുകളാണ്, സ്വഹാബിമാരെല്ലാം മുജ്തഹിദുകളാണ്. അതിനാൽ തന്നെ ഒരു സ്വഹാബി പോലും നിങ്ങളെ കൂടെ ഇല്ല എന്നത് നിങ്ങളുടെ മാർഗം ശരിയല്ല എന്നതിൻ്റെ തെളിവാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്ന് പഠിപ്പിച്ചത്. അത് എല്ലാ കാലത്തും നമുക്ക് സ്വീകരിക്കാവുന്ന നല്ലൊരു മാനദണ്ഡം തന്നെയാണ്. പല അന്ധവിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നത്, പല അനാചാരങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നത്, മത തീവ്രവാദങ്ങളിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്നത്, മതനിരാസത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നത് എല്ലാം പണ്ഡിതന്മാർ നേതൃത്വം നൽകാനില്ലാത്ത സംഘങ്ങളിൽ നിന്നാണ് എന്ന് കാണാൻ കഴിയും. നമസ്കാരം ആവശ്യമില്ല എന്ന് വാദിക്കുന്നവർ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. 5 വഖത്തില്ല 3 വഖത്ത് മതി എന്ന് പറയുന്നവർ സമൂഹത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇസ്ലാമിനെ ആ നിലക്ക് സ്വന്തമായി വ്യാഖ്യാനിച്ചുണ്ടാക്കി പലതിലും തെറ്റായ നയങ്ങൾ സ്വീകരിക്കുകയും അതാണ് ഇസ്ലാമിക നയമെന്ന് ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം സംഘങ്ങൾ നമ്മുടെ നാടുകളിൽ ഉടലെടുത്തിട്ടുണ്ട്. ഹദീസ് വേണ്ട, ഖുർആന് മാത്രം മതി എന്ന് വാദിക്കുന്നവർ സമൂഹത്തിലുണ്ട്. ഹദീസുകൾ വേണമെന്ന് പറയുന്നവർ തന്നെ ബുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത ഹദീസുകൾ അത് തിരസ്കരിക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. ഖുർആനെതിരായ ഹദീസുകൾ തള്ളിക്കളയണമെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പറയുന്ന വ്യക്തികളാവട്ടെ, കൂട്ടായ്മയാവട്ടെ, മറ്റ് ഏതു കക്ഷികളാവട്ടെ, അവയൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു നയത്തിലേക്ക് അവിടെ എത്തിച്ചത് അറിവില്ലായ്മ കൊണ്ടാണ്, ജഹാലത്ത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരാരും ഒരാൾ പോലും ഈ നയങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുതൽ ഇന്നുവരെ ജീവിച്ചു പോന്ന അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരാൾ പോലും പറഞ്ഞില്ല നിസ്കാരം 5 വഖത്തില്ല 3 വഖത്തേ ഉള്ളൂവെന്ന്. എന്നാൽ ഇപ്പോഴത്തെ സംഘങ്ങൾ വന്ന് പറയുന്നു ഖുർആൻ മാത്രം പ്രമാണമായി മതിയെന്നും ആ ഖുർആനിൽ 3 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്നും പറയുന്നവർ സഹോദരങ്ങൾ അതിലേക്ക് എത്തിച്ചതെന്താ? അറിവില്ലായ്മയാണ്. അതുപോലെ റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റായ നയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അറിവില്ലായ്മയാണ് അതിനുള്ള അടിസ്ഥാനം.
നേരത്തെ പറഞ്ഞ പോലെ ഹദീസുകളെ ഖുർആനെതിരാണ്, ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുന്നവർ ലോകത്താര് വന്നാലും ശരി. എന്തുകൊണ്ടത് പറഞ്ഞു? അറിവില്ലായ്മ കൊണ്ടാണ്. അറിവുള്ളവരാരും അത് പറഞ്ഞില്ല. അറിവുള്ളവരായി ലോകത്ത് കഴിഞ്ഞു പോയ ഒരാളും പറഞ്ഞില്ല. പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയി, മദ്ഹബിന്റെ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയി, അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ ജീവിച്ചു പോയി. അവരാരും പറഞ്ഞില്ല ഈ ഹദീസുകൾ അസ്വീകാര്യമാണ്, കാരണം അവ ഖുർആനിനെതിരാണ്, ബുദ്ധിക്കെതിരാണെന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. അറിവുള്ളവർ പറയാത്തത് അറിവില്ലാത്തവർ പറയാൻ ധൈര്യപ്പെടുന്നു. അതുവഴി ഫളല്ലു വ അളല്ലു, അവർ പിഴച്ചു പോകുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. തീവ്രവാദ സംഘങ്ങളിലേക്ക് ആയത്തോതി ക്യാമ്പുകളിൽ ക്ലാസ് എടുത്ത് ആളുകളെ കൊണ്ടുപോകുന്നവരുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ അവർ പാരായണം ചെയ്യുന്നു, അതിനവർ അർത്ഥം പറയുന്നു, അവരുടെ വക വ്യാഖ്യാനം പറയുന്നു, എന്നിട്ട് ഇറങ്ങി പുറപ്പെടാൻ ആഹ്വാനം ചെയ്യുന്നു. തീവ്രവാദ പരിശീലന ക്യാമ്പിലേക്ക് ആളെ കൂട്ടുന്നു. എല്ലാം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, പ്രവാചക വചനങ്ങളെ അസ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്താണ് കാരണം? അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയാണ്. ഇനി സമൂഹത്തിൽ വളർന്നു വരുന്ന അന്ധവിശ്വാസങ്ങൾ എമ്പാടുമുണ്ട്. ധാരാളം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. എന്തിനേയും പോയി പൂജിക്കുന്ന, എവിടെയും പോയി കുമ്പിടുന്ന, ആരെന്തു പറഞ്ഞാലും അതെല്ലാം സ്വീകരിക്കുന്ന, സിദ്ധവേഷം കെട്ടി വരുന്നവരുടെ എല്ലാം പിന്നാലെ പോയി അവിടെ കാൽക്കൽ വീഴുന്ന, പണവും അതുപോലെ സമയവും ഊർജവും അഭിമാനവും എല്ലാം പണയപ്പെടുത്തുന്ന, സർവോപരി വിശ്വാസം തന്നെ തകർന്നു പോകുന്ന തരത്തിൽ ആളുകൾ അന്ധവിശ്വാസങ്ങളെ പിറകെ പോകുന്നു. എന്താണ് കാരണം? അറിവില്ലായ്മയാണ്. എന്താണ് കറാമത്ത്, എന്താണ് മുഅ്ജിസത്ത് എന്ന് കൃത്യമായി അറിയാതെ പോയപ്പോൾ ആ പേരിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ധാരാളം അടിസ്ഥാനമില്ലാത്ത ആരാധനാ മുറകൾ ഈ റമദാനിൽ പോലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പഠിപ്പിച്ചുവെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോൾ അതങ്ങ് സ്വീകരിച്ചു. സുന്നത്തില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ സുന്നത്താണ് എന്ന് ആരോ പറഞ്ഞു, അതങ്ങ് സ്വീകരിച്ചു. സുന്നത്തായ പല കാര്യങ്ങളും സുന്നത്തല്ല എന്ന് വേറെ ചിലർ പറഞ്ഞു കൊടുത്തപ്പോൾ അതും സ്വീകരിച്ചു. എന്തുകൊണ്ട്? അറിവില്ലായ്മയുടെ ആഴമാണ്, അറിവില്ലായ്മയുടെ അപകടത്തിന്റെ ആഴമാണ് ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കൃത്യമായി മതം പഠിച്ച് ശരിയായ സ്രോതസ്സിൽ നിന്ന് മതം ഉൾക്കൊണ്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ അപകടങ്ങൾ ഒരിക്കലും സംഭവിക്കുകയില്ല. അതല്ലാത്തത്തോളം കാലം അറിവില്ലാത്തവർ തലപ്പത്ത് വരുന്നു, അറിവില്ലാത്തവർ നേതാക്കളായി മാറുന്നു. അവർ സ്വന്തം ഇഷ്ടപ്രകാരം മതം കൈകാര്യം ചെയ്യുന്നു. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ എന്ന നേരത്തെ സൂചിപ്പിച്ച ഹദീസിന്റെ പ്രയോഗത്തിന്റെ ഗൗരവമാണ് സഹോദരങ്ങളെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങൾ അവിടെ ചോദിക്കുന്നു, അവർ ഫത്വ നൽകുന്നു, ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ. ഫളല്ലു വ അളല്ലു, അവർ സ്വയം പിഴച്ചു പോകുന്നു, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹം മദീന പള്ളിയിൽ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെയും ഏറ്റവും വലിയ ആലിമ് അദ്ദേഹമായിരിക്കും. ഇമാം ഷാഫിയുടെ ഉസ്താദ് കൂടിയാണല്ലോ ഇമാം മാലിക് റഹിമഹുല്ലാ. ആ ഇമാം മാലിക്കിനെ കാണാൻ ഒരു മനുഷ്യൻ മദീനയിൽ വരികയാണ്. അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത് 6 മാസത്തെ വഴിദൂരം താണ്ടിയിട്ടാണ്. ജിഅ്തുക മിൻ മസീറത്തി 6 അശ്ഹുർ, 6 മാസത്തെ വഴിദൂരം താണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹമ്മദനി അഹ്ലു ബലദി ഫി മസ്അലത്തിൻ അസ്അലുക അൻഹാ, ഒരു മസ്അല താങ്കളോട് ചോദിക്കുവാനായി എൻ്റെ നാട്ടുകാർ എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. അങ്ങനെ ഇമാം മാലിക് റഹിമഹുല്ലാ അയാളുടെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. അയാൾ ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞു, ലാ ഉഹ്സിൻ, എനിക്ക് അക്കാര്യം അത്ര കൃത്യമായി അറിയുകയില്ല. കണ്ട സഹോദര, 6 മാസത്തെ ദൂരം സഞ്ചരിച്ച് വന്ന ഒരാള്, ആ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വന്ന ഒരാള്, പക്ഷേ അയാൾ ഉന്നയിച്ച കാര്യം കൃത്യമായി പറയാൻ ഇമാം മാലിക്കിന് കഴിയുന്നില്ല. അദ്ദേഹം തുടർന്ന് സമ്മതിക്കുന്നു, എനിക്കക്കാര്യം കൃത്യമായി അറിയില്ല. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. എല്ലാം അറിയുന്ന ഒരാളെ കാണാൻ വന്നിട്ട് അയാൾ പറയുന്നു എനിക്കറിയില്ല എന്ന്. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ നാട്ടുകാരോട് എന്താണ് പറയേണ്ടത്? ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നു, നീ പോയി പറയുക, സഅൽതു മാലികൻ ഫഖാല ലാ ഉഹ്സിൻ, ഞാൻ മാലിക്കിനെ കണ്ടു, ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്ന് നീ പറഞ്ഞേക്കുക എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാ നൽകിയ പ്രതികരണം. സഹോദരങ്ങൾ, എന്തൊരു മാതൃകയാണിത്! നമുക്കറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയുക, അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ നാം ശ്രമിക്കുക. അതല്ലാതെ എല്ലാവരെക്കാളും മുകളിൽ ഞാനാണ് എന്നൊരു ഭാവം, എനിക്കെല്ലാം അറിയാമെന്നൊരു ഭാവം. പലപ്പോഴും അറബി അക്ഷരങ്ങൾ പോലും അറിയാത്തവർ, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവർ
ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങളിൽ ഒന്നിൻ്റെ പോലും വിശദാംശങ്ങൾ പറയാൻ കഴിയാത്തവർ, ഇസ്ലാം കാര്യം 5-ൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷഹാദത്തോ നിസ്കാരമോ നോമ്പിൻ്റെ പോലുമോ നിയമങ്ങൾ, അതിലെ വിധികൾ പോലും ചോദിച്ചാൽ അതുപോലും പറയാൻ കഴിയാത്തവർ, അവരൊക്കെയാണ് പലപ്പോഴും മതത്തിൻ്റെ ലേബലിൽ രംഗത്ത് വന്ന് ചാനൽ ചർച്ചകളിൽ, അതുപോലെ മറ്റു വേദികളിൽ, സോഷ്യൽ മീഡിയകളിൽ എല്ലാം അവർ വലിയ മേലാളന്മാരായി സ്വയം പണ്ഡിതന്മാർ ചമഞ്ഞ് അവർ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വല്ലാത്ത സങ്കടകരമായ കാഴ്ചകൾ പലപ്പോഴും കാണാറുണ്ട്. പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ, സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ, അവിടെയൊക്കെ സ്വയം ആലിമായി രംഗത്ത് വന്നുകൊണ്ട് മതത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്നവരാണ്. എന്തു ചോദിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും അതിനെല്ലാം മതം ഇന്നത് പറയുന്നുവെന്ന് പറയാൻ ധൈര്യപ്പെടുന്നതായി പലപ്പോഴും കാണാറുണ്ട്. വിവാദങ്ങൾ ഉണ്ടായി വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ചർച്ച സമൂഹത്തിൽ വരുമ്പോഴേക്ക് അവിടെയെല്ലാം ചാടിക്കയറി ഞാൻ ആദ്യം പറയണമെന്ന മട്ടിൽ അവിടെ എന്തും ഏതും വിളിച്ചു പറഞ്ഞ് അതൊക്കെ മതമാണെന്ന് വാദിക്കുന്ന, മതമായി ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങൾ നാട്ടിൽ കാണാറുണ്ട്. ഇതിലൂടെ അവൻ നശിക്കുന്നു, മറ്റുള്ള ആളുകളെ അവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഫളല്ലു വഅളല്ലു, അവൻ സ്വയം പിഴച്ചു പോകുന്നു, മറ്റുള്ളവരെ അവർ പിഴപ്പിക്കുകയും ചെയ്യുന്നുവെന്ന പ്രവാചക വചനം ഏറെ ഗൗരവമാണ്. അതോടൊപ്പം സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല പ്രത്യേകമായി പറയുന്നുണ്ട്, വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നവനേക്കാളും വലിയ അക്രമി മറ്റാരുണ്ട് എന്നാണ്. ഏറ്റവും വലിയ ളാലിമായി, ഏറ്റവും വലിയ അക്രമിയായി ഈ ആയത്ത് പരിചയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നവരെയാണ്. അഥവാ അള്ളാഹുവിന് സമന്മാരെ സ്ഥാപിക്കുന്നവർ, അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് വാദിക്കുന്നവർ, അള്ളാഹുവിൻ പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർ, മതത്തിലില്ലാത്ത കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞുവെന്ന മട്ടിൽ പറഞ്ഞു കൊടുക്കുന്നവർ. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഖുർആൻ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ധാരാളമായി വിശദീകരണങ്ങൾ നൽകിയതായി കാണാൻ കഴിയും. ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹിൻ്റെ പേരിൽ കളവുണ്ടാക്കി പറയുക എന്നതിന് വളരെ വിശാലമായ ചർച്ചകളാണ് ഖുർആൻ മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്നത്. അഥവാ മതത്തിൽ തനിക്കറിയാത്തൊരു കാര്യം, ഇതാണ് മതനിയമം എന്നൊരാൾ പറയുമ്പോൾ പോലും ഒരുപക്ഷെ അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയുന്നവരായി മാറിയേക്കാം. ഈ കാര്യം മതത്തിലുണ്ടെന്ന് പറയുമ്പോൾ, ഇത് മതത്തിൽ നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു നിഷിദ്ധമാക്കാത്ത ഒന്നിനെ അവൻ സ്വയം നിഷിദ്ധമാക്കി പ്രഖ്യാപിക്കലായി മാറിയേക്കാം. അത് അള്ളാഹുവിൻ്റെ പേരിൽ കളവുണ്ടാക്കി പറയലായി മാറുമെന്നർത്ഥം. മതം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ, ഫത്വ നൽകുന്ന മുഫ്തിമാർ, അവരൊക്കെ ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഇത്തരം പണ്ഡിതന്മാർക്ക് വേണ്ടി മതം കൈകാര്യം ചെയ്യുന്ന മത നേതാക്കളായ മുഫ്തിമാരായ ആലിമുകളായ ആളുകളെ ഉത്ബോധിപ്പിക്കുവാനായി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ രചിച്ചൊരു ഗ്രന്ഥമാണ് ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ അർ റബ്ബിൽ ആലമീൻ എന്ന ഗ്രന്ഥം. അഥവാ അള്ളാഹുവിന് വേണ്ടി സൈൻ ചെയ്യുന്ന, ഒപ്പിടുന്ന ആളുകൾക്കുള്ള ഉത്ബോധനം എന്നാണ് ആ കിതാബിൻ്റെ പേര് തന്നെ. അള്ളാഹ്ക്ക് വേണ്ടി ഒപ്പിടുകയാണ് മുഫ്തിമാർ ചെയ്യുന്നത്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അള്ളാഹ് ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു, അള്ളാഹ് ഇത് ഹലാലാക്കിയിരിക്കുന്നു, അള്ളാഹ് ഇത് ഹറാമാക്കിയിരിക്കുന്നു എന്നാണല്ലോ ഒരാൾ പറയുമ്പോൾ അതിലൂടെ സംഭവിക്കുന്നത്. അവിടെ അള്ളാഹിൻ്റെ പേരിൽ ഒപ്പിട്ട് കൊടുക്കുകയാണവൻ. അത് ഇല്ലാത്തതാണെങ്കിൽ, വ്യാജനായ ഒപ്പാണെങ്കിൽ, അള്ളാഹ് പറയാത്ത ഒന്നാണ് പറയുന്നതെങ്കിൽ എത്രമാത്രം ഗൗരവമാണ് സഹോദരങ്ങളെ. നമ്മുടെ ബാധ്യത അറിവ് തേടൽ തന്നെയാണ്. വിശുദ്ധ റമളാൻ നാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ അറിവില്ലായ്മയെ നമ്മൾ തിരിച്ചറിയണം. അറിവ് കൂടുന്തോറും അറിവില്ലായ്മയുടെ ആഴമാണ് മനസ്സിലാവുക. എത്ര ആൾ പഠിക്കുന്നുവോ ആ പഠിക്കുന്തോറും തൻ്റെ അറിവില്ലായ്മയുടെ ആഴം അവന് ബോധ്യപ്പെടും. അല്ലാതെ ഞാനെല്ലാം തികഞ്ഞവനാണെന്ന നാട്യം അത് അപകടമേ വരുത്തുകയുള്ളൂ. എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. എമ്പാടും പഠിക്കാനുണ്ട്, അല്ല നമ്മളൊന്നും പഠിച്ചിട്ടില്ല. എത്ര പഠിച്ചവരാണെങ്കിലും നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിക്കാനിരിക്കുന്നേയുള്ളൂ എന്ന ബോധം മനുഷ്യനെ വിനയാന്വിതനാക്കി മാറ്റും, സൂക്ഷ്മതയുള്ളവനാക്കി മാറ്റും. ആ ബോധമുള്ളവനെ കൊണ്ട് സമൂഹത്തിനൊരിക്കലും പരിക്കുണ്ടാവുകയില്ല. അതല്ലാതെ ഞാനാണ് എല്ലാം, എന്താണ് ഇപ്പം ഇത്ര പഠിക്കാൻ, എന്താ ഇത്ര അന്വേഷിക്കാൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന മട്ടിൽ അഹങ്കാരത്തോടെ ധിക്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് മതം കൈകാര്യം ചെയ്യുന്ന ആളുകൾ സ്വയം നശിക്കുന്നവരാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുന്നവരാണ്, എല്ലാ ളലാലത്തിനും നിമിത്തമായി മാറുന്നവരാണ്. നാം അത്തരക്കാർ ആവാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക, അറിവ് അന്വേഷിക്കുക, ധാരാളമായി പഠിക്കുക. അള്ളാഹു തആല നമുക്ക് ഏവർക്കും അതിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഇഹത്തിലും പരത്തിലും എല്ലാ നന്മകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വബറകാതുഹു.